വിഷ്ണു, ഇനി നമുക്ക് ആലപ്പുഴയിലേക്കൊന്ന് പോകാം. ആലപ്പുഴയിൽ നിഷ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആലപ്പുഴയുടെ ഏറ്റവും വലിയ സവിശേഷത അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രമുയരുമ്പോൾ അതിന് കാരണക്കാരിൽ ഒരാളായിട്ടുള്ള പ്രിയപ്പെട്ട KK നായരുടെ ജന്മനാട് കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1949 ഈ ഫൈസാബാദിൻ്റെ ജില്ലാ മജിസ്ട്രേറ്റായി KK നായർ പ്രവർത്തിക്കുമ്പോഴാണ് ശ്രീരാമ ജന്മഭൂമിയിൽ സ്വയംഭൂവായ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുകയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആ വിഗ്രഹം ഇവിടെ നിന്നും എടുത്തു മാറ്റണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് രാമവിഗ്രഹം താൻ എക്കാലവും സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ച ആ മഹാനായ KK അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിൽ ക്ഷമിക്കണം, ഈ അയോധ്യയിൽ എല്ലാ തരത്തിലുമുള്ള ഫ്ലെക്സുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകളിലെല്ലാം തന്നെ KK നായരുടെ മുഖം കൂടി നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അശോക് സിംഗാളിന്റെയും ആചാര്യ ഗിരിരാജ് കിഷോറിന്റെയും ഒക്കെ ഫ്ലെക്സുകൾക്കുള്ളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടനാട്ടുകാരനായ KK നായരുടെയും പടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഏതൊരു മലയാളിക്കും അഭിമാനമാണ്. എന്തായാലും ആലപ്പുഴയിൽ നിഷ, എന്തൊക്കെയാണ് ആലപ്പുഴയിലെ ഒരുക്കങ്ങൾ? പ്രത്യേകിച്ച് KK നായരുടെ ജന്മനാട് കൂടിയാണ് ആലപ്പുഴ എന്നത്. അവിടെ രാമജന്മഭൂമിയിൽ നടക്കാൻ പോകുന്ന ഈ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമാണ്? എന്തൊക്കെയാണ് ആലപ്പുഴയിൽ നിന്നും നൽകാൻ സാധിക്കുന്ന മറ്റു റിപ്പോർട്ടുകൾ? നിഷ. ജിഷ്ണു, ഗൗതം, ഈ KK നായർ അനുസ്മരണ പരിപാടികളടക്കം കഴിഞ്ഞ ഒരാഴ്ചയായി ആലപ്പുഴയിൽ നടക്കുകയാണ്. KK നായർ കുട്ടനാട്ടുകാരനാണ്. അധികകാലമൊന്നും ആലപ്പുഴയിലില്ല ഇരുന്നെങ്കിൽ പോലും KK നായരുടെ പേരിലുള്ള ട്രസ്റ്റ് ഇപ്പോഴും ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അനുസ്മരണ ചടങ്ങുകളൊക്കെ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏക ശ്രീരാമ ക്ഷേത്രത്തിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ മാതൃകയിലുള്ളതാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നുമൊക്കെ വന്ന് കച്ചവടത്തിനായി എത്തിയ ആളുകളുണ്ട്. ഗുജറാത്തികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ അന്ന് ഏകദേശം 80 വർഷം മുമ്പ് 1944 സ്ഥാപിച്ചതാണ് ഈ ശ്രീരാമക്ഷേത്രം. ആലപ്പുഴയിൽ വേറെ ശ്രീരാമക്ഷേത്രങ്ങളൊന്നുമില്ല. ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആലപ്പുഴയിലെ ഈ ശ്രീരാമക്ഷേത്രം, ഇത് ബീച്ചിനടുത്താണ്, ആലപ്പുഴ ബീച്ചിനടുത്താണ് ഈ ശ്രീരാമക്ഷേത്രം ഉള്ളത്. ഇവിടെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളാണ് നാളെ ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള വിഗ്രഹങ്ങളൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 80 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച അതേ ക്ഷേത്രം, ഈ രീതിയിൽ തന്നെയായിരുന്നു അന്നും ഈ ക്ഷേത്രമുള്ളത്. ഗുജറാത്തിൽ നിന്നും കച്ചവടത്തിനായി എത്തിയ ലീലാധർ കറംസിയുടെ മക്കളും ചെറുമക്കളും ഒക്കെ അടങ്ങുന്ന ട്രസ്റ്റാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ലീലാധർ കറംസിയുടെ മക്കൾ ഇവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ ചെറുമക്കളുണ്ട്. അന്ന് ഈ ക്ഷേത്രം സ്ഥാപിക്കുന്ന സമയത്ത് അതായത് 300-ലധികം ഗുജറാത്തി ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 25-നും 30-നും ഇടയ്ക്ക് ഗുജറാത്തി ഫാമിലീസേ ഉള്ളൂ. ഇപ്പോൾ പൊതുജനങ്ങൾക്ക്, അന്ന് ഈ ക്ഷേത്രം സ്ഥാപിച്ച സമയം മുതൽ തന്നെ പൊതുജനങ്ങൾക്കും ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നു. ഈ ആലപ്പുഴക്കാരായ ആളുകളൊക്കെ അന്ന് ഇവിടെ വന്നിരുന്നു. അന്ന് ഈ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടുത്തെ പൂജകളും പ്രസാദവും ഒക്കെ അന്നും വ്യത്യസ്തപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായി നമുക്ക് വിവരിച്ചു തരാനായി ഈ ലീലാധർ കറംസിയുടെ മക്കളായ ഗിരീഷ് ലീലാധറും ഒപ്പം തന്നെ നിമിഷ് ലീലാധറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അവരിലേക്ക് പോകാം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പൂജകളും ചടങ്ങുകളും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എന്ന് പറഞ്ഞു. എന്താണ് ഈ ക്ഷേത്രത്തിലെ ജിഷ്ണു, ഇവിടുത്തെ ഈ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം. രാവിലെ 7 മണിയോടുകൂടി ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിക്കും. വൈകിട്ട് 7 മണിയോടുകൂടി വൈകിട്ടത്തെ പൂജകളോടുകൂടി അന്ന് ക്ഷേത്രം അടയ്ക്കും. ആ രീതിയിലാണ് ഇവിടുത്തെ പൂജകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും നാളെ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ചും ഒക്കെ ഈ ലീലാധർ കറംസി ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം.
നാളെ ഏത് രീതിയിലുള്ള ചടങ്ങുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്? വിപുലമായ ഒരുക്കങ്ങളുണ്ട്, പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങളൊരു 300 പേരെ എങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ കീർത്തനവും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കലശാഭിഷേകം തുടങ്ങും 9:30 to 11 വരെ. അത് കഴിഞ്ഞ് ദീപാരാധനയുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രസാദമായിട്ട് സദ്യയായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഭജനമുണ്ട്. അത് കഴിഞ്ഞിട്ട് 1008 വിളക്ക് ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ പ്രിമൈസിൽ ഞങ്ങൾ കത്തിക്കും. എത്ര പേര് പ്രതീക്ഷിക്കുന്നു? അറൗണ്ട് ഈവനിങ് ഓൾസോ സെയിം അറൗണ്ട് 200-250 ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് 80 വർഷം മുമ്പ് സ്ഥാപിച്ച ക്ഷേത്രമാണെന്ന് പറഞ്ഞു. ഗ്രാൻഡ് പേരൻസ് ആയിട്ട് സ്ഥാപിച്ച ക്ഷേത്രമാണ്. അന്ന് തൊട്ടുള്ള ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? അതായത് എല്ലാ കൊല്ലം ഞങ്ങൾ രാമനവമി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 9 ദിവസം നവപാരായണം ചെയ്യും, 9 days. എന്നിട്ട് രാമനവമിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് അഭിഷേകം ചെയ്യും. അതാണ് മെയിൻ ഒരു ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അൺകോട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അത് ദീപാവലി കഴിഞ്ഞ് 9th day ആണ് ചെയ്യുന്നത്. അന്ന് മോർ ദാൻ അറൗണ്ട് 100 വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആണ് ദൈവത്തിന് ഓഫർ ചെയ്യുന്നത്. എന്നിട്ട് വൈകിട്ട് എല്ലാവരും ഇവിടുത്തെ സമൂഹവും ബാക്കിയുള്ളവരെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ട് അവരും പ്രസാദം എടുക്കും. അതും കാണും ഒരു 80-90 ആൾക്കാർ കാണും അന്നത്തെ പ്രസാദം എടുക്കാൻ വേണ്ടി. ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എങ്ങനെയാണ്? വളരെ നന്നായി നടത്താറുണ്ട്. നിമിഷായി പറഞ്ഞതുപോലെ രാമനവമിയും അന്നക്കൂട്ടാണ് മെയിൻ. രാമനവമിയാണോ പ്രധാന ഉത്സവം? ഏറ്റവും പ്രധാനമായ ഉത്സവം രാമനവമിയാണ്. അന്ന് ഇവിടെ 9 ദിവസത്തെ രാമായണ പാരായണം 9 ദിവസം കൊണ്ട് നടത്തും. അതിന് നവപാരായണം എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ നടത്തുന്നത്. ഒരു 10-15 പേര് ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഇത് ഡെയിലി രാവിലെ 1.5 മണിക്കൂറും വൈകിട്ട് 1.5 മണിക്കൂറും. അതാണ് മെയിൻ. അത് കഴിഞ്ഞ് രാമനവമിയുടെ അന്ന് 12 മണിക്ക് ശ്രീരാമൻ്റെ ജന്മസമയത്ത് ഇവിടെ ആരത്തിയും ഒക്കെ നടത്താറുണ്ട്. അതിൽ ഒരുപാട് പേര് പങ്കെടുക്കാറുണ്ട്. ഈ ഗുജറാത്തി മാത്രമല്ല, ആലപ്പുഴയിലെ മറ്റ് സമൂഹങ്ങളിൽ നിന്നും ഹിന്ദുക്കളായ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ അടുത്ത് താമസിക്കുന്ന എല്ലാവരും, ലോക്കലിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട് ഈ ഒരു ഉത്സവത്തിൽ. പിന്നെ അന്നക്കോട്ട് എന്ന് പറഞ്ഞാൽ അത് 9ാമത്തെ ദിവസം നമ്മൾ കഴിക്കുന്നതെല്ലാം പ്രസാദമായിട്ടാണ് കഴിക്കേണ്ടത് എന്നുള്ള ഒരു ഭാവം കൊണ്ടുതന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഒരു 100ഓളം ഡിഷസ് ദൈവത്തെ ഓഫർ ചെയ്യും. എന്നിട്ട് അത് അന്ന് പ്രസാദം എടുക്കും. ദ ഐഡിയ ഈസ് ദാറ്റ് നമ്മൾ ബാക്കി ആണ്ടിൽ കഴിക്കുന്ന എല്ലാം പ്രസാദം തന്നെയാണ്. ആ ഒരു ഭാവം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ചെയ്യുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലായിടത്തും വളരെ പ്രിവൈലൻ്റ് ആണ്. നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ അല്ലേ? അതെ, ചടങ്ങുകൾ നോർത്ത് ഇന്ത്യൻ രീതിയിലാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യയുടെ ഒരു കോമ്പിനേഷനാണ്. കാരണം ഇപ്പോൾ ഈ നാളത്തെ പരിപാടിക്ക് തന്നെ നമ്മൾ കലശാഭിഷേകമാണ് നടത്തുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ പഞ്ചാമൃത അഭിഷേകമാണ് നടത്തുന്നത്. തൈര്, മോര്, അങ്ങനത്തെ 5 ഇതുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മെയിൻ ഫങ്ഷൻസിലൊക്കെ കലശാഭിഷേകമാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ. നാളെ എത്ര മണിക്കായിരിക്കും പ്രാർത്ഥനകളൊക്കെ തുടങ്ങുക? നാളെ ഒരു 9 മണി മുതൽ ഭജനങ്ങളൊക്കെ തുടങ്ങും. രാംധൂൻ എന്നാണ് പറയുന്നത്. ശ്രീരാമൻ്റെ നാമം എടുത്ത് തുടങ്ങും. 11-11:30 ഇടയ്ക്ക് അവർ ആരത്തി നടത്തും. അതിനുശേഷം പിന്നെ ദൈവത്തിൻ്റെ ശൃംഗാരമൊക്കെ ചെയ്ത് 12:20 അവിടെ അയോധ്യയിൽ പ്രതിഷ്ഠയുടെ സമയത്ത് ഇവിടെ ആരത്തി നടത്തും. എന്നിട്ട് അതിന് ശേഷമാണ് പ്രസാദത്തിൻ്റെ പരിപാടി. എല്ലാവർക്കും വരുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മൾ മീൽസ് കൊടുക്കുന്നതായിരിക്കും. വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണോ? അതെ, ഇത് ഏകദേശം ഒരു 2-2:30 വരെ നടത്തും. 6 മണിയാകുമ്പോൾ വി ഹാവ് ഇൻവൈറ്റഡ് എവറിബഡി. ഈ 1008 വിളക്കിൻ്റെ ഈ പ്രമിസ് 1008 വിളക്ക് കത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് സഹായിച്ച് എല്ലാവരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഈ ഫംഗ്ഷൻ, വൈകിട്ടെ ഫംഗ്ഷനും 1008 ദീപം ജ്വലിച്ച് ഇവിടെ, അതാണ് ഈവനിങ് ഫംഗ്ഷൻ. അതിനുശേഷം ലൈറ്റ് സ്നാക്സ് സെർവ് ചെയ്യുന്നതായിരിക്കും. ഈ ബന്ധുക്കളൊക്കെ പുറത്തുണ്ട്, വടക്കേ ഇന്ത്യയിലടക്കം നിങ്ങളുടെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ നാളത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നാളത്തെ പരിപാടിയിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് പുറത്തുനിന്ന് വരുന്നത്. കാരണം ഇതെല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനത്തെ ഉത്സവം നടത്തുന്നുണ്ട് ഒരു ഡയറക്ഷൻ പ്രകാരം. അപ്പോൾ മട്ടാഞ്ചേരിയിൽ നോർമലി 50 പേരൊക്കെ വരാറുണ്ട് ഇങ്ങനെ ഏത് ഫംഗ്ഷൻ ആണേലും. പക്ഷെ നാളെ ഒരു 10-15 പേരെ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം നാളെ മട്ടാഞ്ചേരിയിൽ 3 ക്ഷേത്രങ്ങളുണ്ട്. അവിടെയും ഉത്സവം. ഞങ്ങളുടെ സിസ്റ്റേഴ്സും റിലേറ്റീവ്സൊക്കെ കൽക്കട്ട, മദ്രാസ്, ബോംബെയിലൊക്കെ ഉണ്ട്. അവിടെയും എല്ലായിടത്തും ഉത്സവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടേതായ
സ്ഥലത്ത് തന്നെയാണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു സിസ്റ്റർ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ ഫാമിലിയുമായിട്ട്. പക്ഷേ ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ അവരവരുടെ സ്ഥലത്ത് തന്നെയാണ് ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ടുകളാണ് നിഷാദ് ദിലീപ് പങ്കുവച്ചത്.